ഐ എം റിയലി സോറി അരുൺ. ഞാൻ കുറച്ചധികം സമയം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു അല്ലേ? ഹേയ്, അത് കുഴപ്പമില്ല സാർ. ഞങ്ങൾക്ക് വേണ്ടി സാറിന്റെ എന്തെങ്കിലും പ്രോഗ്രാം മാറ്റി വയ്ക്കേണ്ടി വന്നോ എന്നേ ഞങ്ങൾക്കുള്ളൂ. സത്യം പറഞ്ഞാൽ എൻ്റെ ഇന്നത്തെ എല്ലാ പ്രോഗ്രാംസും നിങ്ങൾ വരുന്നതുകൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്തതാണ്. പക്ഷെ എൻ്റെ പുതിയ പാർട്ട്ണർ ഉണ്ടല്ലോ, മായ മഹേശ്വരി, എന്ത് കാര്യത്തിനും സംശയ. നമ്മുടെ പാർട്ട്ണർക്ക് ഒരു സംശയം ഉണ്ടാകുമ്പോൾ അത് തീർത്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ സാർ. പിന്നെ ഈ ഒരു വരവ് മൈഥിലി സ്നേഹപൂർവ്വം നിങ്ങളെ നിർബന്ധിച്ചാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇനി രണ്ടുപേരും അത്തരം നിർബന്ധങ്ങൾക്കൊന്നും കാത്തു നിൽക്കണ്ട. നിങ്ങളുടെ സ്വന്തം വീട് പോലെ എപ്പോ വേണമെങ്കിലും വരാം. നിങ്ങൾക്കൊരു സന്തോഷമായിരിക്കും അത്, അല്ലേ മൈഥിലി? അതെ. സ്നേഹ, ഞാൻ പറഞ്ഞ ഫോറിൻ ടൂറിന്റെ കാര്യം അത് സ്നേഹ മനസ്സിൽ വെക്കണം. സ്നേഹത്തോടെ അരുണിനെ നിർബന്ധിക്കുകയും വേണം. ഓക്കെ? താങ്ക് യു ഫോർ ദ വിസിറ്റ്. ഓക്കെ സാർ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മാം. ഇത് കൂട്ടാ ചേച്ചിയോട് പറഞ്ഞേക്കണേ. ഞാൻ ചെന്നിട്ട് വിളിക്കാം. സാരംഗ്, അച്ഛന്റെ അഭിനയമൊക്കെ കഴിഞ്ഞോ? അമ്മയെ കൊണ്ട് പാട്ട് പഠിപ്പിക്കുന്നു, അവരെ കൊണ്ട് നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നത്? മോളെ, അത് അച്ഛനൊന്നും പറയണ്ട. എന്നെ ഇപ്പൊ ഈ വീട്ടിൽ ആർക്കും കണ്ടുകൂടാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? അച്ഛനാ. അച്ഛന് വേണ്ടി സംസാരിച്ചോണ്ടാ, അച്ഛന് വേണ്ടി ബാധിച്ചോണ്ടാ. എന്നിട്ടിപ്പോ അച്ഛൻ അവരുടെ കൂടായി. അച്ഛൻ ആരുടെ കൂടെ ആയിന്ന്? അച്ഛന് മോള് മാത്രമല്ലേ ഉള്ളൂ. ഇനി എന്നോട് ഒന്നും പറയണ്ട. ഏയ് നിക്ക്, ഇന്ന് അമ്മ കുറച്ച് സന്തോഷിച്ചോട്ടെ. അത് യാമി മോൾക്ക് സന്തോഷിക്കാൻ വേണ്ടിയാണെന്ന് കുറച്ച് കഴിയുമ്പോൾ മോൾക്ക് മനസ്സിലാവും. അച്ഛൻ ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകളും പ്ലാനുകളും ലാഭത്തിലെ അവസാനിക്കും. പിന്നെ എന്തിനാ എന്റെ മോൾക്ക് സംശയം? അനാമികയില്ലേ? ഉണ്ട്. താനാണ് ഇവിടുത്തെ പുതിയ ഗസ്റ്റ് അല്ലേ? പേരെന്താ? ആവണി. ക്ലാസ് തുടങ്ങിയില്ലേ? എങ്ങനെയുണ്ട് കോളേജ് അറ്റ്മോസ്ഫിയർ? കുഴപ്പമില്ല. എന്നോട് രഞ്ജിത്ത് പറഞ്ഞു കുട്ടി ഒരു പാവമാണെന്നും പേടിത്തൊണ്ടിയാണെന്നും ഒക്കെ. അങ്ങനെ പേടിത്തൊണ്ടിയൊന്നും അല്ല സാരംഗ്. ചെന്നതിന്റെ 2ാം ദിവസം ഒരുത്തരിട്ടൊന്ന് പൊട്ടിച്ചു. അത് ശരി, കൊള്ളാലോ. അത് ഒരുത്തൻ ഇവളെ തടഞ്ഞു നിർത്തി ബുക്ക് പിടിച്ചു വാങ്ങി വലിച്ചു കീറി. മിടുക്കി. ഇങ്ങനെ ആവണം പെൺകുട്ടികളായാൽ. അവണി, ഒരു ചായ ഇടു വേഗം. സാരംഗ് ഇരിക്ക്. കൂട്ടുകാരി വിളിച്ചില്ലേ? കുറെ മുൻപ് വിളിച്ചിരുന്നു. അരുണും സ്നേഹം പോയി കഴിഞ്ഞതിന് ശേഷം വിളിച്ചോ? ഇല്ല. അതെന്തു പറ്റി? എനിവേ, ഞാൻ എന്റെ വാക്ക് പാലിച്ചു. മൈഥിലി ചിലപ്പോ അത്ഭുതത്തിലായിരിക്കും തന്നോട് സംസാരിക്കാൻ. താങ്ക് യു സാരംഗ്. എന്നെ കുറ്റപ്പെടുത്താൻ മാത്രം നാവ് വളയ്ക്കുന്നവർക്ക് ഇതിന്റെ ഒരു മറുപടിയാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അരുണിനെയും സ്നേഹയും അവരുടെ ബന്ധത്തെയും മനസ്സുകൊണ്ട് അംഗീകരിച്ചെങ്കിൽ മനസ്സിലുള്ള സംശയങ്ങളൊക്കെ തൂത്ത് കളഞ്ഞുകൂടെ? മൈഥിലിക്ക് നീതി കൊടുത്തൂടെ എന്നല്ലേ? കറക്റ്റാണ്. അനാമിക, ഒരു പക്ഷത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ ആരും എന്റെ മനസ്സ് കാണാറില്ല. എന്റെ ഫീലിങ്സിന് വില കൽപ്പിക്കാറുമില്ല. നിങ്ങൾക്കൊക്കെ മൈഥിലി ഒരു ഉത്തമ സ്ത്രീയാ. നിങ്ങളുടെ മനസ്സിൽ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. മുമ്പ് എന്റെ മനസ്സിനെ അലട്ടുന്ന ഒരു പ്രോബ്ലം ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് നൗ ഞാൻ തനിച്ച. ഐ ആം അലോൺ. അത് കള്ളം. സ്ട്രോങ് റിലേഷൻസ് വേറെ ചിലതുണ്ടല്ലോ. ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ഞാൻ ചിരിച്ച് സംസാരിക്കുന്നവരെല്ലാം എനിക്ക് അടുപ്പുള്ളവരല്ല. ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നവരെല്ലാം എന്റെ ചങ്ങാതിമാരുമല്ല. ചില ബന്ധങ്ങൾ എനിക്ക് ബിസിനസ് മാത്രമാണ്, ചിലത് വെരി വെരി പേഴ്സണൽ. കുറെ കാലത്തിനിടയ്ക്ക് നമ്മൾ തർക്കിക്കാതെ സംസാരിക്കാണല്ലേ? നമ്മുടെ തർക്കങ്ങളൊക്കെ നിസ്സാരമല്ലടോ. എന്റെ ഫാമിലി പ്രോബ്ലംസിന്റെ തർക്കങ്ങളല്ലാതെ എനിക്കും തനിക്കും രഞ്ജിത്തിനും ഇടയിൽ എന്ത് തർക്കങ്ങൾ? സാരംഗ്, ഞാൻ സാരംഗിന്റെ നന്മ ആഗ്രഹിക്കുന്നുണ്ട്.
മൈഥിലിക്കും നന്മ വരണമെന്ന എന്റെ ആഗ്രഹം. ഇത് രണ്ടും സാധിക്കണമെങ്കിൽ നിങ്ങളുടെ കുടുംബം പഴയതുപോലെ ഒന്നിച്ചു പോണം. അത് വിട്ടേക്ക്. ഇറ്റ്സ് എ ക്ലോസ്ഡ് ചാപ്റ്റർ. ടോട്ടലി ക്ലോസ്ഡ്. തീർച്ച. നിജസ്ഥിതി തീർച്ചപ്പെടുത്താൻ കാലപ്പഴക്കം നോക്കേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കുടുംബജീവിതം അവസാനിച്ചു, എന്നേക്കുമായിട്ട് അവസാനിച്ചു. മേ ബി കുറച്ചുനാൾ കഴിയുമ്പോൾ ചില തോന്നലുകൾ തിരുത്തണമെന്ന് അനാമയ്ക്കും രഞ്ജിത്തിനും തോന്നും. അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ചിലത് മുൻകൂട്ടി കണ്ടുവന്ന്. മടുത്തുവെന്ന് ആരും പറയില്ല, ചില സൂചനകൾ തരും. മനസ്സിലാക്കേണ്ടത് നമ്മളാ. അവരിതുവരെ വന്നൂല്ലല്ലോ. എനിക്കാണെങ്കിൽ പോയിട്ട് ആവശ്യമുള്ളതാ, പള്ളി കമ്മിറ്റി ഉള്ളതാ. കുറച്ച് സമയം കൂടെ നോക്കാം ഫാദർ. വേണ്ടടോ, ഞാൻ ഇറങ്ങാം. തിരിച്ചു വരുമ്പോൾ ഇവിടെ കയറിക്കോളാം. അതാടോ നല്ലത്. ശരി. ദാ അവര് വന്നല്ലോ. ഫാദർ പോയില്ലായിരുന്നോ? അതെന്താടാ, ഞാനിവിടുന്ന് പോകാത്തതിൽ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ ഇല്ലേ, സന്തോഷം കൊണ്ട് ചോദിച്ചാ. നിന്റെ അമ്മായി അച്ഛനും എന്റെ പൂർവ്വകാല കഥകൾ അറിയാനെന്നൊരാഗ്രഹം. എന്ന് വെച്ചാ ഞാൻ അച്ചമ്പട്ടത്തിന് പോകുന്നതിന് മുമ്പ് ഞാൻ എങ്ങനായിരുന്നു രംഗനാഥനെ അറിയാനൊരു കൊതി. ഞങ്ങൾ അത് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ആഹാ, എന്നിട്ട് ഇതുവരെ എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എടാ, ഞങ്ങള് രണ്ട് കാരണവന്മാരാ, നിങ്ങൾ രണ്ടാളും കുട്ടികളും. കുട്ടികളോട് പറയേണ്ടത് കുട്ടികളോട് പറയും, കാരണവന്മാർ തമ്മിൽ പറയേണ്ടത് കാരണവന്മാരോട്. ആ അല്ല, സാരംഗ് വന്നിട്ടാണോ നിങ്ങൾ അവിടെ നിന്ന് പോകുന്നത്? അതെ, സാരംഗ് സാർ വന്നു. കുറച്ചു വൈകിപ്പോയതിന് ഒരു ക്ഷമയും ചോദിച്ചു. അവസാനം ഞങ്ങൾ ഇറങ്ങിയപ്പോ കൈവീശി ഞങ്ങളെ യാത്രയാക്കിയിട്ടാ ഞങ്ങളെ വിട്ടത്. ഞാൻ ഇതിനു മുൻപ് 1-2 തവണ മൈഥിലി മാമിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അന്നൊക്കെ സാരംഗ് സാറ് അധികം സംസാരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. എന്ത് രസമായിട്ടാ സാറ് സംസാരിക്കുന്നത്. ഞങ്ങളെ ഞെട്ടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇത്രയും സന്തോഷത്തില് ആ വീട് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞങ്ങള് ചെന്നിട്ട് സാർ ഞങ്ങളുടെ അടുത്ത് എഴുന്നേറ്റിട്ടേ ഇല്ല. സംസാരം തന്നെ സംസാരം. മൊത്തത്തില് ആളൊന്ന് മാറിയ പോലെ. ഇടയ്ക്ക് ആ മാമിനോട് ചോദിച്ചു ഞങ്ങളുടെ മുമ്പിൽ സാർ അഭിനയിക്കുകയാണോന്ന്. എന്നിട്ട് മാമിനും പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. നിങ്ങളുടെ ഫോൺ വന്നപ്പോ ഞങ്ങളും അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ ഒരുപക്ഷെ മാറി ചിന്തിച്ചിട്ടുണ്ടാവും. ഒരു കാലത്ത് കുടുംബത്തിനോട് ഒട്ടി നിന്ന ഒരാൾ പിന്നെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിക്കുമ്പോൾ ജീവിതം മതിയായി പോകും. ജീവിതം ബോറടിക്കും. അതൊരു പക്ഷെ ഒരു ഒറ്റപ്പെടലിന്റെ വേദനയിൽ ചെന്നുപെടും. ഇപ്പൊ അയാൾ അത് തിരുത്താൻ ശ്രമിച്ച് കുടുംബത്തോട് അടുക്കാൻ ശ്രമിക്കുന്നതാവും. ഇനി എന്തായാലും സാരംഗ് സാറ് വേറൊരു രീതിയിൽ പെരുമാറാൻ സാധ്യതയില്ല. അത്രയ്ക്ക് ഇന്റിമസി ആയിരുന്നു എല്ലാരോടും. ഈ പരസ്പരം പോരടിച്ചു നിൽക്കുന്നവര് ഒരു ക്ഷമ പറയാൻ വല്ലാതെ ബുദ്ധിമുട്ടിപ്പോവും. ഇതിപ്പോ നിങ്ങൾ അവിടെ ചെന്നത് അയാൾ അതിനുള്ളൊരു അവസരമായി കണ്ടു കാണും. ഒരു ക്ഷമ പറച്ചിലിനേക്കാൾ എത്രയോ നല്ലതാ ഈ പെരുമാറ്റവും നിങ്ങൾക്കുള്ള സ്വീകരണവും. അതോടുകൂടി കാർമേഘങ്ങൾ ഒഴിഞ്ഞു പോകും. അത്രയ്ക്ക് കടന്നൊന്നും ചിന്തിക്കേണ്ട ഫാദർ. അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അത്രയേ ഉള്ളൂ. ആ ശരി ശരി ശരി, ഞാൻ നിങ്ങൾ വന്നിട്ട് ഇറങ്ങാൻ തന്നതാ. എനിക്ക് പള്ളി കമ്മിറ്റിക്ക് പോണം. ഫാദർ വന്നിട്ട് എന്തെങ്കിലും കഴിച്ചായിരുന്നോ അച്ഛാ? ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അതെന്ത് പണിയാ? ഫാദർ കുറച്ചേരം ഇരിക്കെ, ഞാൻ എന്തേലും ഉണ്ടാക്കാം. അയ്യോ മോളെ, തെറ്റിദ്ധരിക്കരുത്. എനിക്കിന്ന് കുറച്ചധികം പ്രോഗ്രാംസ് ഉള്ളതാ. കാത്തിരിക്കുന്നതിന്റെ പ്രശ്നമല്ല, കഴിച്ചാലുണ്ടാകുന്ന ആന്തരിക പ്രശ്നങ്ങളാ എന്റെ കുഴപ്പം. ഇന്നലത്തെ പോലെ ചായയിൽ ഞാൻ ഉപ്പിട്ട് തരുന്ന് വിചാരിച്ചാണോ? അതെനിക്കൊരു കയ്യബദ്ധം പറ്റിയതല്ലേ. എന്തായാലും ഞാനില്ലേ. ദേ, ഇങ്ങേർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്ക. ഫാദർ എന്നെ ശിക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചോ? അച്ഛാ, എടോ അനുഭവിച്ചോടോ. ഇവള് നല്ലൊരു പാചകക്കാരി ആകുന്നത് വരെ പരീക്ഷണശാല തന്റെ വയറാ. മോളെ, ഈ പരീക്ഷണശാല വിടല്ലേ. ആ, നല്ല വെയിലുണ്ട്, ഞാൻ ഫാദറിനെ കൊണ്ടാക്കാം. അതൊന്നും വേണ്ടടാ. ഈ വെയിലൊക്കെ എനിക്കൊരു ശീലമല്ലേ. ഇപ്പൊ നിന്റെ വണ്ടി കയറി AC ഇട്ടങ്ങ് പോയാ പിന്നെ അതൊരു ശീലമാവും. അപ്പൊ ശരി ശരി ഫാദർ. ഓ,
അരുൺ, ഞാൻ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഉം. മൈഥിലി എന്തു പറഞ്ഞു പോരുമ്പോ? ഇനി ഒന്ന് വിളിച്ചു ചോദിക്കണമെങ്കിൽ ഈ നേരം വരെ സ്റ്റിയറിംഗ് സാരംഗ് സാറിന്റെ കയ്യിലായിരുന്നല്ലോ. യഥാർത്ഥ ചിത്രം എന്താണെന്ന് ഇനിയേ മനസ്സിലാവൂ. ഉം. ഇതെന്താ അവണീം, ഭക്ഷണമൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ? അയ്യോ, ഇഷ്ടാണ്. എന്നിട്ട് എന്താ ഒന്നും കഴിക്കാത്തെ? ഞാൻ കഴിക്കുന്നുണ്ടല്ലോ. രഞ്ജിത്തെ, ആ വിഷയത്തെ ഇടപെടാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞ് പരാജയപ്പെട്ടതാ. അല്ല, ആവണിക്ക് എന്തെങ്കിലും പ്രത്യേക ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേച്ചിയോട് പറഞ്ഞാൽ മതി കേട്ടോ. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇത്രയും കറിയൊക്കെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. വീട്ടിൽ എന്തെങ്കിലും ഒരു കറി ഉണ്ടാവും. അമ്മയ്ക്ക് നേരം ഉണ്ടെങ്കിൽ ഒരു ചമ്മന്തി. രഞ്ജിത്തെ, നാളെ രഞ്ജിത്തിനൊരു ഡ്യൂട്ടി ഉണ്ട്. എന്താ? ഇവളെ ഒന്ന് കോളേജിൽ കൊണ്ടുപോയി ആക്കണം. ഇനി ഇവളുടെ ശത്രുക്കൾ ആരെങ്കിലും കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് കണ്ടിട്ട് പോരെ. അത് കൊള്ളാം. എന്താ അവണി, നാളെ നമുക്ക് ചെന്നിട്ട് ഒരു നേരത്തങ്ങ് നിരത്തിയാലോ? പണ്ട് നിങ്ങളൊക്കെ പഠിച്ചിരുന്ന കോളേജല്ല. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കുറെ എണ്ണം ക്രിമിനൽസാ. എന്തും ചെയ്യാൻ മടിക്കില്ല. അത് കള. പിള്ളേരെ ഒപ്പം പിടിക്കാൻ വന്നാലേ അതിന് കുറച്ചു മുമ്പേ കയറി ഞാൻ തടഞ്ഞോളാം, അല്ലേടോ? അക്കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. അത്യാവശ്യം നിനക്കൊരു രക്ഷകർത്താവിന്റെ സ്ഥാനം ഉണ്ടാക്കി തന്നോളൂ. എന്നാലും വേണ്ട ഏട്ടാ, അവരാരെങ്കിലും വന്നാ ഞാൻ നോക്കിക്കോളാം. ഓക്കെ, എന്തായാലും നമ്മൾ ഒന്നിച്ചു പോകുന്നു. അവന്മാരെ കണ്ട ഇതൊരു പാവം കുട്ടിയാണ്, എന്റെ വീട്ടിൽ നിന്ന് വരുന്നു, ദ്രോഹിക്കരുതെന്ന് എനിക്ക് അവന്മാരോട് പറയാലോ. എന്തായാലും ഏട്ടൻ കൂടെ വരട്ടെടി. എന്റെ ഒരു സമാധാനത്തിനാണെന്ന് കൂട്ടിക്കോ. എന്നാ ശരി ചേച്ചി, ഞാൻ നിർത്തി. അവളുടെ കുഞ്ഞു തീറ്റ കഴിഞ്ഞു. ഇങ്ങനെ ഒരുത്തി. എന്നാ എഴുന്നേറ്റോ. ആ കുട്ടി കറിയുടെയും ചമ്മന്തിയുടെയും കാര്യം പറഞ്ഞില്ലേ, ഞാനങ്ങ് വല്ലാതായിപ്പോയി. അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. നാട്ടിലുണ്ട്, പക്ഷേ വീട്ടിലാദ്യമായിട്ടല്ലേ. എടോ, അതിന് ഒരു സങ്കടവും വരുത്തരുത്. എന്താ വേണ്ടെന്ന് വെച്ചാ വാങ്ങിച്ചു കൊടുത്തേക്ക്. കൊടുത്തേക്കാം. തൽക്കാലം സാർ ഭക്ഷണം കഴിക്കേ. സാരംഗ്, താങ്ക്സ്. എന്തിന്? ഇന്ന് അരുണിന് സ്നേഹിക്കാൻ കൊടുത്ത ട്രീറ്റിന് അവര് മനസ്സ് നിറഞ്ഞ അവിടുന്ന് പോയത്. സാരംഗ് ഇത് കരുതിക്കൂട്ടി ചെയ്യാന്നൊക്കെ എനിക്കറിയാം. എന്നാലും ആ സിറ്റുവേഷൻ നന്നായിട്ട് കടന്നുപോയല്ലോ. നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായ ഘട്ടത്തിൽ എൻ്റെ ഫ്രണ്ട്സിൽ ചിലർ ഇവിടെ വന്നിട്ടുണ്ട്. അവരെയൊക്കെ താനന്ന് നന്നായിട്ട് ട്രീറ്റ് ചെയ്തു. ഞാനും തിരിച്ചെന്തെങ്കിലും ചെയ്യണ്ടേ? ഓ, അങ്ങനെയാണോ? തീർച്ചയായും. എന്റെ ഗസ്റ്റുകളോട് താൻ മര്യാദ കാണിക്കുമെങ്കിൽ തിരിച്ചും അതേ മര്യാദ കാണിക്കാൻ എനിക്കും അറിയാം. പക്ഷെ ചില സമയത്ത് ചിലരുടെ അടുത്ത് മൈഥിലി മോശമാവുന്നു. വേണ്ട സാരംഗ്, ഒരു തർക്കത്തിനുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കില്ല. ഇന്ന് കിട്ടിയ ഈ സന്തോഷത്തോടെ ഞാനൊന്ന് നന്നായിട്ട് ഉറങ്ങിക്കോട്ടെ. ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, മായ മഹേശ്വരി, അവരൊരു 1 വീക്ക് ട്രിപ്പ് പോവാ മലേഷ്യക്ക്. യാമിമോളെയും അവർ കൊണ്ടുപോകും. യാമിമോളെ അവര് കൊണ്ടുപോയി? അതും വിദേശത്തേക്ക്? മോളങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു, അത് നടത്തി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അതിനെന്താ? അത് ശരിയാവില്ല സാരംഗ്. മായ മഹേശ്വരിയോടൊപ്പം ഒരു നിമിഷം പോലും എന്റെ മോള് ചെലവഴിക്കുന്ന എനിക്ക് ഇഷ്ടമല്ലാന്ന് ഞാൻ സാരംഗിനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചത്? അവരിപ്പോ തന്നെ വിളിച്ചു പറയും. എന്ത് ഏർപ്പാട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ക്യാൻസൽ ചെയ്തേക്കാം. ക്യാൻസൽ ചെയ്യാനല്ല ഞാൻ തീരുമാനിച്ചത്, നടത്താനാ. അത് നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഓ, അപ്പൊ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടാണ് സാരംഗ് നന്നായിട്ട് പെരുമാറിയത്. യാമിമോളെ ഒരു സ്ഥലത്ത് വിടാൻ വേണ്ടി എനിക്ക് തന്റെ മുമ്പിൽ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. എന്ത് ധൈര്യത്തിൽ അവളെ അയക്കാൻ തീരുമാനിച്ചത്? അവളുടെ ആരാ ഈ മായ മഹേശ്വരി? ഇത്രയും പ്രായമായ സ്വന്തം മകളെ എന്ത് വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ അന്യരുടെ കൂടെ അയക്കുന്നത്? വിശ്വാസങ്ങൾ പലർക്കും പലതാണല്ലോ. ചിലരോടൊപ്പമുള്ള ചില സഞ്ചാരങ്ങളെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോ അതെങ്ങനെയാണ് നിങ്ങൾക്ക് സംശയിക്കാൻ തോന്നുക എന്നൊരു ന്യായം പറഞ്ഞില്ലേ?
അത് ഞാൻ കേട്ടു നിന്നില്ലേ? അതുകൊണ്ട് സത്യം പറയൂ സാരംഗ്, മായാമഹേശ്വരിക്ക് വേറെന്തെങ്കിലും സ്ഥാനം പതിച്ചു കൊടുക്കാൻ ഉദ്ദേശമുണ്ടോ? നമ്മൾ തമ്മിൽ വളരെ ദൂരെ നിൽക്കുന്ന രണ്ടുപേരാ. ഇത്തരം കാര്യങ്ങളുടെ ഒരു ചർച്ച നമ്മൾ തമ്മിൽ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണ്ട. പക്ഷേ യാമി അവരുടെ ഒപ്പം അയക്കാന്ന് സാരംഗ് പ്രതീക്ഷിക്കണ്ട. അത് ഒരിക്കലും നടക്കില്ല. ഞാൻ പോവും. അമ്മ തടഞ്ഞാലും ഞാൻ പോവും. ഓ, അച്ഛനും മോളും കൂടെ ഒരു തീരുമാനം എടുത്തിട്ട് അമ്മയുടെ മുമ്പിൽ അവതരിപ്പിച്ച രീതി കൊള്ളാം. പക്ഷെ നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഈ കാര്യത്തിൽ എനിക്ക് തോൽക്കാൻ പറ്റില്ല. അച്ഛാ, അച്ഛനെന്താ തീരുമാനം മാറ്റാൻ പോവാണോ? ഒരു മാറ്റമില്ല. തീരുമാനിച്ച സമയത്ത് മോള് പോയിരിക്കും. ഇവിടെ എന്ത് ഭൂകമ്പം ഉണ്ടായാലും